ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു എഗ് ഓംലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചുവന്നുള്ളിയുണ്ട്, പെപ്പറുണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, പിന്നെ ഞാൻ 2 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. 2 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഉപ്പിട്ട് വെച്ചതാണ്. പിന്നെ ഇത് ക്രഷ് ചെയ്തതാണ്. ഞാൻ ക്രഷ് ചെയ്തതാണ്. ക്രഷ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് നല്ല മിക്സ് ആക്കണം. ഫോർക്കായിട്ട് മിക്സ് ആക്കിയാൽ എപ്പോഴും നല്ല സ്പൂണായിട്ട് നല്ല മിക്സ് ആവണത് ഫോർക്ക് കൊണ്ട് ചെയ്യുമ്പോഴാണ് നല്ല മിക്സാവും. അതെന്ത് പൊടികളും ഇപ്പോൾ മൈദ, ആട്ട അങ്ങനത്തെ പൊടികൾ മിക്സ് ആക്കുകയാണെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് മിക്സാവും. സ്പൂണിനായിട്ട് ഈസിയാണ് ഫോർക്കായിട്ട് ചെയ്യുമ്പോൾ. ഇത് ചെറിയ ഫോർക്കാട്ടോ, വലുതാണെങ്കിൽ അത്രയും നല്ലത്, കുഴപ്പമില്ല. ഏത് ഫോർക്കാണെങ്കിലും ആവും. ഇത് കുറച്ചല്ലേ ഉള്ളൂ. 2 എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യണത്. ഉപ്പ് ഞാൻ ആദ്യമേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ചുവന്നുള്ളിയും പെപ്പർ പൗഡറിനായിട്ട് നല്ലത് ഇങ്ങനെ ഇടാണ് പെപ്പർ. പിന്നെ 2 ഗ്രീൻ ചില്ലി. പെപ്പർ ഇടുന്നതല്ലേ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ കുറച്ചിടേണ്ടതാണ് നല്ലത്. കുട്ടികൾക്ക് നമുക്കാണെങ്കിൽ ഇടാൻ ചുവന്നൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഒന്നുകൂടി മിക്സാക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിതിൽ പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ, കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പാന് ചൂടായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഓയിൽ ഒഴിച്ചത്. നമുക്കതിലേക്ക് അത് ഒഴിക്കാം. പെപ്പറും ഗ്രീൻ ചില്ലിയും ചെറിയുള്ളി നല്ലതാണ് കേട്ടോ. നല്ല ബ്ലഡ് ഉണ്ടാകാനും ഈ ഷുഗറുള്ളവർക്കൊക്കെ നല്ലതാണ് ചുവന്നുള്ളി. കറിയിലൊക്കെ നല്ല കൂട്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്. അപ്പോൾ ഓംലെറ്റായി. സാധാ നമ്മൾ ഒണിയനൊക്കെ ഇട്ട് ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഞാൻ കയ്യിൽ വെച്ചിട്ടാണ്, ക്യാമറയും പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഷെയ്ക്ക് അവർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. കയ്യിൽ ക്യാമറയും ഇതും പിടിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ ഷെയ്ക്കാവും ചിലപ്പോൾ. എവിടെയും വെച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്, ഞാൻ കയ്യിൽ പിടിച്ചിട്ടല്ലേ ചെയ്യണത്, അതാ കുഴപ്പം. അപ്പോൾ ഓംലെറ്റ് റെഡിയായി. അപ്പോൾ അത് ഓഫ് ചെയ്യുക. അപ്പോൾ ഓംലെറ്റ് റെഡി ആയിട്ടാണ്. ഇത്രയുള്ള പണി. ഓംലെറ്റ് ഉണ്ടാക്കി പിന്നെ ആർക്കും അറിയാലല്ലോ. ഒരു എളുപ്പമുള്ളൊരു ഐറ്റാണ്. ആർക്കും ഉണ്ടാക്കാം. കുക്കിംഗ് അറിയാത്തവർക്കും ഉണ്ടാക്കാൻ സാധനം. ജസ്റ്റ് അത് വേറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആംലെറ്റ് റെഡി. അപ്പോൾ റെഡി ആയിട്ടുണ്ട് ആംലെറ്റ്. ഫൈസാനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കണത്. ഫൈസാൻ കഴിച്ച് നോക്കി. ചൂടുണ്ട് കേട്ടോ ഫൈസാനെ. സൂപ്പറാ, രസമുണ്ടാ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്. ഇനി എല്ലാവരും ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. താങ്ക് യു.